ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ഫ്രോക്ക് നൈറ്റി, അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം അത് ഒരു 150 രൂപ 60 രൂപയുടെ അടുത്ത് വില വരുന്നതാണ്. ഞാൻ അതിനെ നിവർത്തി എടുത്തിട്ടുണ്ട്. ഇതിനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വശം മറു സൈഡിൽ, നമ്മൾ നിൽക്കുന്നതിൻ്റെ മറു സൈഡിലാണ് വേണ്ടത്. നമ്മുടെ സൈഡിൽ വരേണ്ടത് മടക്ക് വശമാണ്. ഇതിനെ 4ആയിട്ടാണ് ഈ തുണിയെ നമ്മൾ മടക്കേണ്ടത്. കണ്ടില്ലേ, 4ആയിട്ട് മടക്കിയിട്ടപ്പോൾ ആ മടക്ക് വശം കണ്ടോ, അതാണ് നമ്മളുടെ നേരെ വരേണ്ട വശം. ആ തുണിയെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്ത് ഏറ്റക്കുറച്ചിലുകളില്ലാതെ നിങ്ങൾ നന്നായിട്ട് ഒപ്പത്തിനൊപ്പം വെച്ച് വേണം ചെയ്യാനായിട്ട്. ഈ കാണുന്നത് വക്കുവശമാണ്. വക്കുവശമല്ല, നമ്മളുടെ നേരെ വരേണ്ടത് നമ്മൾ നിൽക്കുന്ന നേരെ വരേണ്ടത് അതിൻ്റെ ആ ഒരു മടക്ക് വശമാണ്. എന്തായാലും ഞാൻ ചോക്ക് എടുത്തിട്ടുണ്ട്. ആ ചോക്കും ഈ ഒരു കളറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ലെങ്ത് എടുക്കുകയാണ്. ഈ ഒരു തുണിയുടെ ഒരു നീളം എന്ന് പറയുന്നത് എനിക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 57ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനകത്തു നിന്ന് വേണം നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ തുണി എടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ എനിക്കൊരു ഫ്രോക്ക് നൈറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്രില്ല് കൂടാതെ ഒരു 38 അടയാളം ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ അളവിലൊരു ഫ്രോക്ക് നൈറ്റി എടുക്കുന്നത്. അതായത് മീഡിയം അളവിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് 38 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇത്തിരി അങ്ങോട്ട് വീഡിയോ നീങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാൻ എന്നിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ 38ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. 38 അടയാളം ചെയ്യുക. മുകളിൽ നിന്നും താഴോട്ട് 38 അടയാളം ചെയ്യുക. ശേഷം നമ്മൾ അങ്ങോട്ട് കഴുത്തകലവും ഷോൾഡറുമാണ് അടയാളം ചെയ്യുന്നത്. മൊത്തം 7.5 വരേണ്ടത്. 2.5 കഴുത്തകലവും കണ്ടില്ലേ, ആദ്യത്തെ വരെയാണ് 2.5, അവിടെ നിന്ന് അങ്ങോട്ട് 7.5യുമാണ് വരേണ്ടത്. കണ്ടില്ലേ, മൊത്തം 7.5. മൊത്തത്തിലാണ് 7.5 ഞാൻ പറയുന്നത് കേട്ടോ, കഴുത്തകലവും മൊത്തത്തിലുള്ള. എന്നിട്ട് അതിൽ നിന്നും താഴോട്ട് വീണ്ടും 7.5 അത് നമ്മൾ ഷോൾഡർ എവിടം വരെയാണോ എടുത്തത് അതേ അളവ് തന്നെയാണ് താഴോട്ടും കൊടുക്കേണ്ടത്. ഷോൾഡറും 7.5 കൊടുത്തു ഞാൻ. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ കർവായിട്ടൊരു വര വരച്ചു. ശേഷം നമ്മുടെ വണ്ണമാണ് നമ്മൾ അടയാളം ചെയ്യുന്നത്. എനിക്കൊരു 10-11 ഒക്കെ എടുത്താൽ മതി ഉടൽ വണ്ണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 11ആണ് ഞാൻ ഇവിടെ അടയാളം ചെയ്തിരിക്കുന്നത്. ആ 11 എടുത്തതിന് ശേഷം 11ൽ നിന്നും താഴോട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ഒട്ടും കളയണ്ട, നമ്മൾ ആ വണ്ണത്തെ ഒന്ന് വളച്ച് വെട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു 14 ഇഞ്ച് താഴോട്ട് എടുത്തതിന് ശേഷം ഒരു വളവ് കൊടുക്കുക. മുകളിൽ നിന്ന് 14 താഴോട്ട് എടുത്തതിന് ശേഷം ഒരു വളച്ച് ആ 14 വളച്ച് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ശരിക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എളുപ്പമാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ 38 അടയാളം ചെയ്തില്ലേ, അതിൽ നിന്ന് ഒരു ചരിച്ച് മുകളിലോട്ട് വെട്ടേണ്ടി ഇരിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ അത് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് പതുക്കെ മനസ്സിലായിക്കോളും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, എനിക്ക് തോന്നുന്നു ഇത്രയും ചെറുതാണോ ഫ്രോക്ക് നൈറ്റി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇനി ഞാൻ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു, അതേപോലെ കഴുത്തകലവും മാർക്ക് ചെയ്ത് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈയാണ് വെട്ടാൻ പോകുന്നത്. കൈയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കൈക്ക് ഞാൻ എടുക്കുന്നത്, എനിക്ക് ഏകദേശം ഒരു മടക്ക് കഴിഞ്ഞിട്ട് ഒരു 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആ 6 ഇഞ്ച് അടയാളം ചെയ്യുക. എന്നിട്ട് നമ്മുടെ താഴത്തെ വണ്ണം ഞാനൊരു 9ആണ് എടുക്കുന്നത്. ആ 9ൽ നിന്ന് മുകളിലോട്ട് 2.5 കൊടുക്കുന്നു. എന്നിട്ട് ശേഷം നമ്മൾ നീളത്തിൽ നിന്നും അതേലോട്ട് ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നു. ശേഷം നമ്മൾ എവിടെ നിന്നാണോ വെട്ട് തുടങ്ങുന്നത് അത് വരച്ച് തുടങ്ങി അതിൽ നിന്നും വെട്ടി മാറ്റുന്നു. കൈ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, 2 കൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 മടക്കായിട്ടാണ് തുണി ഇരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ 2 ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് കെട്ട് വേണമെന്നവരാണെങ്കിൽ ഒരു 3 ഇഞ്ച് അളവിൽ തുണി കെട്ടിന് വേണ്ടിയിട്ട് അതിൽ നിന്നും തന്നെ ആ കൈക്ക് ബാക്കി വന്ന തുണിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ശേഷം നമ്മൾ ഫ്രില്ല് വശം ബാക്കി, അതായത് 38ൻ്റെ ബാക്കി താഴോട്ട് കിടക്കണം. 57 ആയിരുന്നല്ലോ മൊത്തം, അതിൽ 38ആണ് നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട് മണ്ടയ്ക്ക് വശത്തേക്ക് മാറ്റിയത്. അപ്പോൾ ബാക്കി ഇനി കിടപ്പുണ്ട്. അതിനെ നേരെ പകുതിയാക്കുക. ആ പീസിനെ എന്ത് ചെയ്യണം, പകുതി നേരെ പകുതിയാക്കുക. നേരെ പകുതിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രില്ലിലും പ്രത്യേകം വെട്ടുകളൊന്നുമില്ല, നേരെ അങ്ങ് വെട്ടിപ്പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇതിങ്ങനെ മുറിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ പീസുകളെല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിവശം മടക്കുന്നതിനും എല്ലാം അധികത്തിൽ തുണി ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫ്രില്ലിട്ട് പോകും. ഫ്രില്ലിട്ടിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരുപാട് അടുപ്പിച്ച് ഫ്രില്ലിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നമുക്കിനി കഴുത്ത് വേണമല്ലോ. കഴുത്തിന് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും വേണം. ഇതാണ് ഫ്രില്ല്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ കഴുത്തിനെ 2 കഴുത്ത് വേണം, ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും വേണം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ തിരിച്ചിട്ടു, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല.
അവിടെ നിന്ന് 2.5 നമ്മുടെ കഴുത്തകലം. 6 ഇഞ്ച് ഞാൻ എൻ്റെ ഫ്രണ്ട് നെക്കിന് താഴോട്ട് ഇറക്കം എടുത്തിട്ടുണ്ട്. ആ 2.5യും 6ഉം തമ്മിൽ യോജിപ്പിച്ച് ഒരു സ്ക്വയർ ആക്കുക. ആ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു സ്ക്വയർ രൂപത്തിലുള്ള നെക്കാണ് ഞാനിവിടെ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനതെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് ഇതേപോലെ വെട്ടി മാറ്റാം. അപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കാണ് നമുക്ക് വേണ്ടത്. ബാക്കിൽ നമ്മൾ ഫ്രണ്ട് ഇറക്കുന്നതിൻ്റെ അത്രയും ബാക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. സെയിം ഈ 2.5 കഴുത്തകലം അതായത് മടക്ക് വശത്തു നിന്നാണ് എടുക്കേണ്ടത്. 2.5 കഴുത്തകലം, താഴോട്ടൊരു 3.5 ഞാൻ ലെങ്ത് കൊടുക്കുന്നത്. ബാക്ക് എപ്പോഴും ഇത്തിരി കയറിയിരിക്കുന്നതാണ് നല്ലത്, കാരണം ഫ്രോക്ക് നൈറ്റി അല്ലേ. അതും ഞാനൊരു സ്ക്വയർ, എനിക്ക് കംഫർട്ട് സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ വീണ്ടും സ്ക്വയറാണ് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്വയറിൽ ഞാനത് വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വയർ 2 കഴുത്ത് നമുക്ക് കിട്ടി. ശേഷം ബാക്കി വന്ന തുണിയെ വീണ്ടും നമ്മൾ അധികം വന്ന കോണൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് മറ്റേ നമ്മൾ ഫ്രില്ല് വെക്കാൻ എടുക്കുന്ന തുണിയുടെ കൂട്ടത്തിൽ ചേർത്ത് അതിന് നമുക്ക് 2-3 ഫ്രില്ല് കൂടി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണേ.